വെൽക്കം ബാക്ക് ടു സൈമൺ ലേണിംഗ്. JC ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, നമുക്കറിയാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് വന്നിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ക്രിസ്മസ് എക്സാമിന് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഷോർട്ട് ആയിട്ടുള്ള ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമായിട്ടാണ്. സോ ഇത് നിർബന്ധമായിട്ട് പഠിച്ചിട്ടേ നിങ്ങൾ എക്സാമിന് പോകാൻ പാടുള്ളൂ. ആദ്യം തന്നെ ഈ ഒരു ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരുപാട് ഇനി വരുന്ന വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസുകളുണ്ട്. അതൊക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ ആദ്യം നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. സോ അത് കൂടാതെ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു തുടങ്ങാം മക്കളെ. ഇതുവരെ ട്യൂഷനൊന്നും പോകാത്ത ആൾക്കാരുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാലോ 8ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം, ഒരു ക്ലാസ് തന്നെയാണ് 8ാം ക്ലാസ്. ആ 8ാം ക്ലാസ്സിനകത്ത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് തോൽവിയൊക്കെ നടന്നതാണ്. സോ അത്തരത്തിലേക്കുള്ള തോൽവികളിലൊക്കെ നിങ്ങൾ പെടാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത്യാവശ്യം നല്ല മെച്ചമുള്ള രീതിയിലേക്ക് തന്നെ മാർക്കുകളൊക്കെ സ്കോർ ചെയ്യാൻ, ഫസ്റ്റ് തന്നെ എത്താൻ, ക്ലാസ്സിനകത്ത് ഒന്നാമതാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മക്കളെ, അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് സൈലത്തിൻ്റെ യോദ്ധ ബാച്ച്. യോദ്ധ ബാച്ചിനകത്താണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് ഓഫറുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലേക്കുള്ള ഓഫറുകളുണ്ട്. സോ മാക്സിമം എല്ലാ ആൾക്കാരും തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ തന്നെ ചുവടെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, വിളിക്കുക, കോൺടാക്ട് ചെയ്യുക, യോദ്ധയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക, മാറുക. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് എന്ത് ചെയ്യാണ്, കടക്കാൻ പോവുകയാണ്. നിങ്ങൾ റെഡി അല്ലേ, സെറ്റ് അല്ലേ? സോ ആദ്യം തന്നെ മക്കളെ നമ്മൾ പറയാൻ പോകുന്നത് ഈ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ 8ാമത്തെ ചാപ്റ്റർ, നാഷണൽ മൂവ്മെന്റ് ആൻഡ് കേരള. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും അതിന്റെ ഉത്തരങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്, പറയാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, ആദ്യം നമ്മൾ ഈ ഒരു ചാപ്റ്റർ തന്നെ നോക്കാം. ഈ ഒരു ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം പഴശ്ശിരാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രിട്ടീഷേഴ്സിനെതിരെ നടന്നുള്ള ഏർലി സ്ട്രഗിൾസ് അല്ലെങ്കിൽ ആദ്യകാല സമരങ്ങളിൽ ഒന്നാണ് പഴശ്ശി കലാപങ്ങൾ അല്ലെങ്കിൽ പഴശ്ശി രാജ്യവുമായി ബന്ധപ്പെട്ട കലാപങ്ങൾ. മക്കളെ നിങ്ങൾ നോക്ക്, പ്രധാനമായിട്ട് കേരളത്തിനകത്ത് നടന്നുള്ള ആദ്യകാല ചെറുത്തുനിൽപ്പുകളിൽ ഒന്ന് മലബാറിൽ ആരായിരുന്നു, ഇതുപോലെ തന്നെ പഴശ്ശിരാജ അല്ലെ, മലബാറിൽ പഴശ്ശിരാജയാണ്. അതേപോലെ തന്നെ മക്കൾ ശ്രദ്ധിക്കണം, അടുത്തത് നമ്മൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഈ പറയുന്ന കൊച്ചിയിൽ ആരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിയത്തച്ഛനാണ് ഇത് കൊച്ചിയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വേലുത്തമ്പി ദളവയാണ് ട്രാവൻകൂറിൽ ഉണ്ടായിരുന്നത്. ട്രാവൻകൂർ തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവയാണ്. അപ്പോൾ ഈ പറയുന്ന ആളുകളിൽ നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു വ്യക്തിയാണ് ആര്, പഴശ്ശിരാജ. അപ്പോൾ പഴശ്ശി രാജാവുമായി ബന്ധപ്പെട്ട് പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തിരിക്കും, കാര്യങ്ങൾ വരും. അപ്പോൾ മലബാറിൽ ഏറ്റവും പ്രധാനമായിട്ടും ഈ കലാപം നയിച്ചിരുന്ന ആളാണല്ലോ പഴശ്ശിരാജ. അപ്പോൾ പഴശ്ശിയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരാം. അതിനകത്ത് ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു 3 മാർക്ക് അല്ലെങ്കിൽ ഒരു 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഡിഫൻസീവ് സ്ട്രാറ്റജീസ് പഴശ്ശി അഡോപ്റ്റഡ് അഗെയിൻസ്റ്റ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. മക്കളെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശി രാജ കൈക്കൊണ്ട പ്രതിരോധ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. മക്കൾ ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന പഴശ്ശിരാജ ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെ തന്ത്രങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം പഴറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കഥയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്ക്, പഴശ്ശിരാജയെ സംബന്ധിച്ചോളം നാട്ടിൽ നിൽക്കാൻ പറ്റില്ല, കാരണം നാട്ടിൽ അമ്മാവരും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പഴശ്ശി എങ്ങോട്ടാണ് കയറിയത്, കാട്ടിലേക്കാണ് കയറിയത്. അപ്പോൾ കാട്ടിൽ എന്ന് പറയുന്ന സമയത്ത് അവിടെ എവിടെയാണ്, വയനാട്ടിലേക്കാണ് എന്ത് ചെയ്യുന്നത്, കയറിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഒന്നാമത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, അദ്ദേഹം വയനാട്ടിലേക്കാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ താവളം എന്ത് ചെയ്തിട്ടുള്ളത്, മാറ്റിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒരു ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ പറയാൻ പറ്റുന്നതാണ്, the base was shifted to വയനാട്. അപ്പോൾ ശ്രദ്ധിച്ച മക്കളെ, താവളം വയനാട്ടിലേക്ക് എന്ത് ചെയ്തു, മാറ്റി. ഒന്നാമത്താണ് അല്ലേ, അദ്ദേഹത്തിന്റെ താവളം എന്ത് ചെയ്തു, അദ്ദേഹം വയനാട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതാണ് ഒന്നാമത്തത്. ഇനി രണ്ടാമത്തത് നിങ്ങൾ നോക്ക്, അദ്ദേഹത്തിന്റെ കൂടെ ഇതേപോലെ തന്നെ എന്താണ്, കുറേ ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഒരുപാട് ട്രൈബൽസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം കൂടെ കൂട്ടുന്നുണ്ട്. ലോക്കൽ പീപ്പിളിനെ അദ്ദേഹം കൂടെ കൂട്ടുന്നുണ്ട്. അതാണ് സെക്കൻഡ് വൺ. നിങ്ങൾ നോക്ക്, ലോക്കൽ പീപ്പിൾ വെർ ആഡഡ് അല്ലേ, ഈ പറഞ്ഞ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം കൂടെ കൂട്ടുന്നുണ്ട്. ലാസ്റ്റ് വൺ നിങ്ങൾ നോക്ക്, നെക്സ്റ്റ് വൺ അല്ലേ, അടുത്താണ് ഒളിപ്പോരാണ് അല്ലേ. അദ്ദേഹം കണ്ടക്ട് ചെയ്തത് ഗറില്ല വാർഫെയർ ആണ്, അതായത് ഒളിപ്പോരാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഈ പ്രധാനപ്പെട്ട 3 പോയിന്റുകളാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഈ പറയുന്ന നമ്മുടെ പഴശ്ശിരാജ കുഴിക്കൊണ്ട ഡിഫൻസീവ് മെഷേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പ്രതിരോധ തന്ത്രങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അദ്ദേഹത്തിന്റെ ബേസ് ക്യാമ്പ് ഇതേപോലെ തന്നെ അദ്ദേഹം വയനാട്ടിലേക്ക് മാറ്റുന്നു. അതുപോലെ ലോക്കൽ പീപ്പിളിനെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ അദ്ദേഹത്തിന് കൂടെ കൂട്ടുന്നു. അതേപോലെ തന്നെ ഒളിപ്പോരാണ് അദ്ദേഹം നടത്തിയത്, ഈ പറയുന്ന ഗറില്ല വാർഫെയർ ആണ് നടത്തിയത്. ഇത്രയും 3 പോയിന്റുകളാണ് നിങ്ങൾ അവിടെ പഠിച്ചു വെക്കേണ്ടത്. അതൊരു 3 മാർക്കിന് എന്ത് ചെയ്യാം, ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വെച്ചോളണം കേട്ടോ, പഠിച്ചു വെച്ചോളണേ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ മക്കളെ, നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക്, എന്താണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു എസ്സേ ആയിട്ടൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ വരാം. ചോദ്യം ഇതാണ്:
The Kundara proclamation was one of the most important event in the history of Kerala. And how did it influence the political situation in Travancore and Kochi? മകളെ, കേരള ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവങ്ങളിൽ ഒന്നായിരുന്നു കുണ്ടറ വിളംബരം. അത് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? ഈ രീതിയിലേക്ക് എന്ത് ചെയ്യാം, ഒരു ചോദ്യം വരാം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, കുണ്ടറ വിളംബരം എന്താണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. കാരണം ആ ചോദ്യം എന്താണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നമുക്ക് നോക്കാം പ്രധാനമായിട്ട് കുണ്ടറ വിളംബരം എന്താണ്, അതിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു മാനം എന്താണെന്നുള്ളത് നോക്കാം. അപ്പം നിങ്ങൾ നോക്ക്, പ്രധാനമായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് മലബാറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷുകാർ ഇനി പറയുന്ന ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഈ പറയുന്ന മലബാർ അല്ലേ, മലബാറിൽ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കറിയുന്നതാണ്. മലബാറിൽ ആരാണ്? ഈ പറയുന്ന പഴശ്ശിരാജയാണ് മലബാർ അല്ലേ, മലബാറിൽ പഴശ്ശിരാജയാണ്. എന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പഴശ്ശിരാജ മലബാറിലാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കൊച്ചിയിൽ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാലിയത്തച്ഛനാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂർ അല്ലെങ്കിൽ ട്രാവൻകൂറിൽ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേലുത്തമ്പി ദളവയാണ് അല്ലേ. തിരുവിതാംകൂറിൽ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേലുത്തമ്പിയാണ്, വേലുത്തമ്പി ദളവ അല്ലേ, വേലുത്തമ്പി ദളവ. അപ്പോൾ നോക്ക്, ഈ കൊച്ചിയിലും അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കൊച്ചിയിലും അതേപോലെ തന്നെ തിരുവിതാംകൂറിലും, മക്കൾ മനസ്സിലാക്കുക, കൊച്ചിയിലും തിരുവിതാംകൂറിലും ആ സമയത്ത് ഏകദേശം ഒരേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഭരണങ്ങളൊക്കെ നിന്നിരുന്നത് അല്ലേ. അപ്പോൾ ഈ സമയത്താണ് ഈ തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം എന്ന് പറയുന്ന വളരെ ഐതിഹാസികമായിട്ടുള്ളൊരു സംഭവം ചെയ്തത് കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഈ കുണ്ടറ വിളംബരം? നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. മകളെ, കുണ്ടറ വിളംബരം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു കാലത്ത് ബ്രിട്ടീഷേഴ്സിനെതിരെ ഫൈറ്റ് ചെയ്യുക, അതായത് ഒരു ഈച്ച പോലും അനങ്ങാത്ത കാലഘട്ടത്തിലാണ് ഈ പറയുന്ന നമ്മുടെ അന്നത്തെ വേലുത്തമ്പി ദളവ അല്ലേ, വേലുത്തമ്പി ദളവ അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാണ്. അന്ന് അദ്ദേഹം പ്രധാനമായിട്ടും ഈ പറയുന്ന തിരിയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തിരുവിതാംകൂറിന് അന്നത്തെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ത് ചെയ്യാണ്, നഷ്ടപ്പെടുകയാണ്. അതായത് ബ്രിട്ടീഷുകാർ എല്ലാ കാര്യങ്ങളിലും കൈകടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അവർക്കുള്ള മേൽക്കോയ്മ എന്താണ്, ഇല്ലാതാവുകയാണ് അല്ലേ, ആ ട്രാവൻകൂറിലുള്ള ആൾക്കാർക്ക്. അതിന്റെ ഭാഗമായിട്ടാണ് കുണ്ടറ പ്രൊക്ലമേഷൻ 1809 ജനുവരി 11 എന്ത് ചെയ്യുന്നത്, പ്രഖ്യാപിക്കുന്നത്. എന്താണ് പ്രൊക്ലമേഷൻ? പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. അന്നത്തെ കാലത്തൊക്കെ എന്തെങ്കിലും ഈ രാജകീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളെ അറിയിക്കണമെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ പെരുമ്പറ എന്ന് പറഞ്ഞ സംഭവം എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. പെരുമ്പറ, ഈ ഒരു പെരുമ്പറ ഇതേപോലെ തന്നെ പൊതുജനങ്ങളൊക്കെ എത്തുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അതിങ്ങനെ ഉറക്കെന്ത് ചെയ്യും, കൊട്ടും, ഡും 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 എന്ന് എന്ത് ചെയ്യും, കൊട്ടും. ആ കൊട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, എല്ലാ ആൾക്കാരും അത് കേൾക്കും. ബാഹുബലി സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സിനിമയ്ക്കകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു സീനുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യും, ആൾക്കാരോട് വിളിച്ചു പറയും. അപ്പോൾ എല്ലാ ആൾക്കാരും അത് ശ്രദ്ധിക്കും. അപ്പോൾ അത് എല്ലാ ആളിലേക്കും എന്ത് ചെയ്യും, ഭയങ്കരമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അത്തരത്തിലേക്ക് മാർത്താണ്ഡവർമ്മ ഇതേപോലെ തന്നെ ഒരു പെരുമ്പറയൊക്കെ കൊട്ടിക്കൊണ്ട് ആ ജനങ്ങളോട് എന്ത് ചെയ്യാണ്, വിളിച്ചു പറയുകയാണ്. ഒന്നുമല്ല, ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്യണം, നിങ്ങൾ ആർമിഡ് റബലിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ കണ്ടക്ട് ചെയ്യണം. അതായത് ഒരു സായുധ കലാപം നിങ്ങൾ എന്ത് ചെയ്യണം, നടത്തണമെന്ന്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇതേപോലെ തന്നെ ഒരാൾ പോലും ശബ്ദിക്കാതെ, അത്തരത്തിലേക്ക് ശബ്ദിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ നമ്മുടെ വേലുത്തമ്പി ദളവ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരെ നമ്മളൊരു ആർമിഡ് റബലിനോടെ ഇവിടുന്ന് പുറത്താക്കണമെന്ന് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ ഇത് ആലോചിച്ച് നോക്കുക, ഇത് ഭയങ്കരമായിട്ട് എന്താണ് ബ്രിട്ടീഷുകാർക്ക് എതിരെ വന്നിട്ടുള്ള വലിയൊരു മൂവ്മെന്റ് ആണ്. കാരണം കുറേ ആളുകൾ എന്താണ് ഇതിൽ ഇതേപോലെ തന്നെ ബ്രിട്ടീഷേഴ്സിനെതിരെയുള്ള ആന്റി ബ്രിട്ടീഷ് ഫീലിംഗ് എന്ത് ചെയ്യാണ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കേട്ടോ. അപ്പോൾ നോക്ക്, വർഷം പഠിച്ചോളണേ. ഇതുപോലെ തന്നെ 1809 ജനുവരി 11 സോ ദ വേലുത്തമ്പി ഇഷ്യൂഡ് എ പ്രൊക്ലമേഷൻ അറ്റ് കുണ്ടറ ഇൻ ട്രാവൻകൂർ calling the people to prepare an armed struggle. ശ്രദ്ധിക്കണേ, an armed struggle against the British dominance. അപ്പം ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ അവർ പറഞ്ഞത് എങ്ങനെയാണ്, ഒരു സായുധ സമരത്തിനാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ആഹ്വാനം ചെയ്തത്. ഒരു സായുധ സമരത്തിനാണ് ഇദ്ദേഹം ആഹ്വാനം ചെയ്തത് കേട്ടോ. അതാണ് ഇത് കുണ്ടറ വിളംബരം എന്ന് പറഞ്ഞത്. അതാണ് കുണ്ടറ പ്രൊക്ലമേഷൻ. ഇനി മക്കൾ മനസ്സിലാക്കുക, കുണ്ടറ വിളംബരമൊക്കെ പഠിക്കാനൊക്കെ സിമ്പിളാണ് കേട്ടോ, സിമ്പിളാണ്. ഈ വർഷമൊക്കെ പഠിക്കാനൊക്കെ സിമ്പിളാണ്. ഒറ്റ കാര്യം നമ്മൾ ഓർത്താൽ മതി, അതൊക്കെ ലൈവിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ 1809 ജാനുവരി 11 എങ്ങനെ സിമ്പിളായിട്ട് ആ വർഷം കോഡ് ഉപയോഗിച്ച് നമുക്ക് പഠിക്കാമെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സിമ്പിളായിട്ട് ആ ലൈവിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റെഡി. ഇനി മക്കൾ ശ്രദ്ധിക്കുക, അത് കഴിഞ്ഞാൽ ഇത് നോക്ക്, ഇത്തരത്തിലേക്ക് ഈ പറഞ്ഞ വേലുത്തമ്പിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരികയാണ്. കാരണം ബ്രിട്ടീഷുകാരെന്താണ് അത്രയും അദ്ദേഹത്തിനെ പിടികൂടാൻ വേണ്ടി തയ്യാറാവുകയാണ് അല്ലേ. അങ്ങനെ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഭയന്നുകൊണ്ട് ഇദ്ദേഹം മണ്ണടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ടെമ്പിളിൻ്റെ താഴെ എന്ത് ചെയ്യാണ്, ഇദ്ദേഹം അഭയം പ്രാപിക്കുകയാണ്. അങ്ങനെ അഭയം പ്രാപിക്കുന്നു. അങ്ങനെ അവസാനം ബ്രിട്ടീഷുകാരെ ഏരിയ കണ്ടെത്തുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ കിട്ടാതിരിക്കാൻ അദ്ദേഹം എന്ത് ചെയ്യാണ്, സ്വയം തൻ്റെ ജീവൻ ഇതുപോലെ തന്നെ
തന്നെ എന്താണ് ഇല്ലാതാക്കുകയാണ് അല്ലേ. അപ്പോൾ വേലുത്തമ്പി അവസാനം നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രധാനമായിട്ടും മണ്ണടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹം ഹി കമ്മിറ്റഡ് ടു സൂയിസൈഡ് അല്ലേ. അദ്ദേഹം ഇതുപോലെ തന്നെ സൂയിസൈഡ് ചെയ്യുകയാണ് എന്നുള്ളത് അറിയാട്ടെ. മണ്ണടിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഈ മരണം കൈവരിക്കുന്നത് അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നത്. മക്കൾ മനസ്സിലാക്കി വെക്കുക, ഇങ്ങനെ സൂയിസൈഡ് ചെയ്തിട്ടുള്ള വേലുത്തമ്പിയെ ബ്രിട്ടീഷുകാർ എന്താ ചെയ്യുന്നത്, ഇതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി എടുത്തിട്ട് പല കഷ്ണങ്ങളാക്കി കണ്ണമൂലയിൽ ആളുകൾ കാണുന്ന സ്ഥലത്ത് എന്താണ് പ്രദർശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് പഴശ്ശിരാജയെ സംബന്ധിച്ചിടത്തോളം പഴശ്ശിരാജയ്ക്ക് മരിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാ പ്രധാനപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഈ പറഞ്ഞ ചടങ്ങുകളും ചെയ്ത ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയെ എന്താണ് ഇതുപോലെ തന്നെ കഷ്ണങ്ങളാക്കിയിട്ട് ഇഞ്ചിഞ്ചാക്കി കഷ്ണങ്ങളാക്കിയിട്ട് ഇതെന്താണ് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി പല സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാണ് ഇതുപോലെ തന്നെ പ്രദർശിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ഡെഡ് ബോഡിയുടെ പാർട്സുകൾ പല സ്ഥലത്ത് എന്താണ് പ്രദർശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതാണ് അവരെന്ത് ചെയ്യുന്നത് ചെയ്തിട്ടുള്ളത്. കാരണം അത്രയേറെ വെറുപ്പ് ആർക്കുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാർക്ക് ഈ വേലുത്തമ്പിയോട് ഉണ്ടായിരുന്നു. ഇനി മക്കൾ മനസ്സിലാക്കുക, അടുത്തത് കൊച്ചിയിലാണ്. കുണ്ടറ വിളംബരത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ എന്താണ്, കൊച്ചിയിലും ഇതേപോലെ തന്നെ കുണ്ടറ വിളംബരത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തുടങ്ങുന്നുണ്ട്. അത്തരത്തിലേക്ക് അത് തുടങ്ങാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താണ്, ദ ഇന്റർഫിയറൻസ് ഓഫ് ബ്രിട്ടീഷ് ഇൻ ദ ഇന്റേണൽ അഫയേഴ്സ് ഓഫ് കൊച്ചിയാണ്. കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ എന്താണ് ഇടപെടുന്നത് തന്നെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ. കാരണം അത് തന്നെയാണ്. അങ്ങനെ അവരും ഇതേപോലെ തന്നെ പാലിയത്തച്ഛനും വേലുത്തമ്പിയുടെ കൂടെ നിന്നുകൊണ്ട് ബ്രിട്ടീഷേഴ്സിനെതിരെ എന്താണ് സ്ട്രഗിൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത് അവിടെയും ചെയ്യുന്നത്. പക്ഷേ മക്കളെ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ വേലുത്തമ്പിയൊക്കെ ഇതേപോലെ തന്നെ ചെയ്യുകയും പിന്നീട് പാലിയത്തച്ഛനും ഇതേപോലെ തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സിറ്റുവേഷൻ വരികയാണ്. അവസാനം അദ്ദേഹവും ബ്രിട്ടീഷുകാരുടെ കൈകളിലാവുകയും ഇദ്ദേഹത്തിനെ ബ്രിട്ടീഷുകാർ പിന്നെന്താണ് ഡിപ്പോർട്ട് ചെയ്യാണ്, മദ്രാസിലേക്ക് ഡിപ്പോർട്ട് ചെയ്യാണ്. അതായത് മദ്രാസിലേക്ക് അദ്ദേഹത്തിനെ നാട് കടത്തുകയാണ് ആര് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാർ ചെയ്യുന്നത് കേട്ടോ. സോ ദ പാലിയത്തച്ഛൻ വാസ് ഇവഞ്ച്വലി എക്സൈൽഡ് ടു മദ്രാസ് ബൈ ബ്രിട്ടീഷ്. അപ്പോൾ ബ്രിട്ടീഷുകാരോട് ശക്തമായി ചേർത്തു എന്നെങ്കിലും അവസാനം അദ്ദേഹത്തിനെ ബ്രിട്ടീഷുകാർ മദിരാശിയിലേക്ക് എന്താണ് നാട് കടത്തുകയാണ്, മദിരാശിയിലേക്ക് എന്താണ് നാട് കടത്തുകയാണ്. അപ്പൊ ഇതാണ് നമുക്ക് എവിടെ സംഭവിച്ചത്, ഈ പറഞ്ഞ കൊച്ചിയിലും അതേപോലെ തന്നെ നമ്മൾ എവിടെ സംഭവിച്ചതും ട്രാവൻകൂറിലും സംഭവിച്ചു കേട്ടോ. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പൊ കേരള ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമാണല്ലോ കുണ്ടറ വിളംബരം. അത് തിരുവിതാംകൂറിൽ എങ്ങനെ, കൊച്ചിയിൽ എങ്ങനെയാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ ഇതുപോലെ തന്നെ മാറ്റിമറിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ഏരിയ പഠിച്ചു വെച്ചോണം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്, അടുത്ത ചോദ്യം വരാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് ആണ്. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോമേഴ്സുമായി ബന്ധപ്പെട്ട് വരും. സോഷ്യൽ റിഫോം മൂവ്മെന്റ് വളരെ പ്രധാനപ്പെട്ടാണ്, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ വേണ്ടി പറ്റുന്നത് കേരളത്തിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോമേഴ്സ് ആണ്, പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താക്കളെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോന്നും പഠിച്ചിട്ടുണ്ട് അല്ലേ, എന്തൊക്കെയാണ് അവർ പഠിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം അവരുടെ ഓരോ കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നു ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് എന്താണെന്നറിയോ, ഈ പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോമേഴ്സും അവരുടെ ഓർഗനൈസേഷൻസും ആണ് പഠിച്ചു വെക്കേണ്ടത്. അതായത് സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അതെന്തുകൊണ്ട് പഠിച്ചു വെക്കണം എന്ന് ഞാൻ ചോദിക്കാൻ, എന്തുകൊണ്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, ഈ ഒരു ഭാഗത്തുനിന്ന് ഈ സോഷ്യൽ റിഫോമേഴ്സിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗം മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് രീതിയിലേക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരാം. ഈ രീതിയിലേക്ക് ചോദ്യങ്ങൾ വരാം. അതായത് ഒരു ഭാഗത്ത് ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോമേഴ്സിന്റെ പേര് കൊടുക്കുന്നു, അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട സോഷ്യൽ മൂവ്മെന്റ്സ് ഇതുപോലെ തന്നെ ഇവിടെ കൊടുക്കുന്നു, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ കൊടുക്കുന്നു. എന്നിട്ട് അത് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ തന്നെ മാച്ച് ചെയ്യാനുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യും, ചോദ്യങ്ങൾ വരും. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചോണം. ഇത് ചിലപ്പോൾ 1 വേർഡിന് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു 4 മാർക്കിനൊക്കെ വരാൻ എന്ത് ചെയ്യുന്നുണ്ട്, സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്. നിങ്ങൾ നോക്കി, ഒരു ഭാഗത്ത് അയ്യങ്കാളി ഉണ്ട്, വാഗ്ബടാനുണ്ട്, മന്നത്ത് പത്മനാഭനുണ്ട്, വക്കം അബ്ദുൽ ഖാദർ മൗലവി ഉണ്ട്. ഇപ്പോഴത്തെ ഭാഗത്ത് ഒരു സോഷ്യൽ റിഫോമേഴ്സിന്റെ മൂവ്മെന്റുകളുടെ പേര് പറയാണ്. ഒന്ന് NSS നായർ സർവീസ് സൊസൈറ്റി, ട്രാവൻകൂർ മുസ്ലിം മഹാജനസഭയുണ്ട്, സാധുജന പരിപാലന സംഘമുണ്ട്, ആത്മവിദ്യാ സംഘമുണ്ട് അല്ലേ. അപ്പൊ ഇതിനകത്ത് ഏതാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കണ്ടെത്തണം. മക്കളെ ഒരൊറ്റ കാര്യം നിങ്ങൾ നോക്കിയോ, ഇത് ഒന്നും അറിയാത്ത ആൾക്കാരാന്ന് വിചാരിക്കാം, അറിയാത്ത ആൾക്കാരാണ്. ഇത് അറിയാത്ത ആൾക്കാരാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചിലതൊക്കെ അറിയാം, ചില പേരുകളിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചിലത് ഒക്കെ
നമുക്ക് കണക്ട് ചെയ്യാം. അതൊക്കെ ഞാൻ ഇതേപോലെ തന്നെ സൈലത്തിന്റെ പ്രധാനപ്പെട്ട യോദ്ധ ബാച്ചിനകത്ത് ജോയിൻ ചെയ്ത ആൾക്കാരോട് ചോദിച്ചാൽ മതി. ചില കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അയ്യങ്കാളി നോക്കിയോ. അയ്യങ്കാളി, വാഗ്ബടാനന്ദൻ, മന്നത്ത് പത്മനാഭൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി. നമുക്ക് ഈ ലാസ്റ്റത്തെ പിടിക്കാം. വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ലേ? വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിച്ചോ, ഒരു മുസ്ലിം ടച്ചുള്ള ഒരു പേരാണ് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിലേക്കുള്ള ഒരു പേര് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഒന്ന് നോക്ക്. നായർ സർവീസ് സൊസൈറ്റി എന്തായാലും വരില്ല, ഉറപ്പാണ്. ട്രാവൻകൂർ മുസ്ലിം മഹാജനസഭ വരുമോ? വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ പറയുന്ന ഈ ഒരു അങ്ങനത്തെ ഒരു മുസ്ലിം പേരുള്ളതല്ലേ ഈ ട്രാവൻകൂർ മുസ്ലിം മഹാജനസഭ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നമുക്ക് ഇതുപോലെ തന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആണെങ്കിൽ ട്രാവൻകൂർ മുസ്ലിം മഹാജനസഭയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാൻ പറ്റും. അതെന്തായിരിക്കും, റെഡിയാണ് അല്ലെ? അത് റെഡിയാണ്. അതേപോലെ തന്നെ അടുത്തത് ശ്രദ്ധിച്ചോ, മന്നത്ത് പത്മനാഭനാണെങ്കിൽ നായർ സർവീസ് സൊസൈറ്റിയാണ് മന്നത്ത് പത്മനാഭന്റേത്. ഓക്കെ, റെഡി. ഇനി അയ്യങ്കാളി ആണെങ്കിൽ സാധുജന പരിപാലന സംഘം. അയ്യങ്കാളിയുടെ ഓർത്ത് വെച്ചാൽ മതി. അയ്യങ്കാളി സാധുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ സാധുജന പരിപാലന സംഘം. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് വാഗ്ബടാനന്ദന്റെ എന്തായിരിക്കും, ആത്മവിദ്യാസംഘം. വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം. അപ്പൊ ഞാൻ പറയുന്നത് പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോമേഴ്സ് ആയിട്ടുള്ള ഈ ആളുകൾ, ഈ ഒരു പ്രധാനപ്പെട്ട ആളുകളും അവരുടെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷന്റെ പേരുകളും മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചോണം കേട്ടോ. എല്ലാ ആൾക്കാരും പഠിച്ചു വെച്ചോളേ. ഇപ്പൊ വൈകുണ്ഠ സ്വാമികളുടെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സമത്വ സമാജം. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ആണെങ്കിൽ SNDP, ശ്രീനാരായണ ഗുരു ധർമ്മപരിപാലന യോഗം. കുര്യാക്കോസ് പറയുകയാണെങ്കിൽ അദ്ദേഹം അനാഥാലയങ്ങളും വിദ്യാലയങ്ങളാണ് സ്ഥാപിച്ചത്. അതേപോലെ തന്നെ അയ്യങ്കാളിയാണെങ്കിൽ സാധുജന പരിപാലന സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആണെങ്കിൽ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഇത്രയും ഓർത്തു വെച്ചോളാം. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഇത് പഠിച്ചിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാവും, പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, റെഡി അല്ലേ, സെറ്റ് അല്ലേ? ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നും സോഷ്യൽ റിഫോമേഴ്സിന്റെ ഭാഗത്ത് നിന്നും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് പ്രധാനമായിട്ട് പോകുന്നത് സ്ട്രഗിൾസ് ഫോർ സിവിൽ ലിബർട്ടി അല്ലെങ്കിൽ പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്ലൈൻ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടാണ്. ഈ ഒരു ഭാഗത്തകത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട, എക്സാമിനകത്ത് അത്രയും ഷുവറായിട്ട് വരുന്ന രണ്ട് ഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് വൈക്കം സത്യാഗ്രഹവും അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹവും. വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും 4 പ്രധാനപ്പെട്ട സ്ട്രഗിൾസ് ആണ് അവിടെ പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ, മേൽമുണ്ട് സമരം അല്ലേ? അതേപോലെ തന്നെ ഈ വൈക്കം സത്യാഗ്രഹം, അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹം, പിന്നുള്ളത് പാലിയൻ സത്യാഗ്രഹം. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എണ്ണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ 2 എണ്ണം വൈക്കം സത്യാഗ്രഹവും അതുപോലെ തന്നെ ഏതാണ്, ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഇത് രണ്ടുമാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എണ്ണം കേട്ടോ. വൈക്കം സത്യാഗ്രഹം അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നിർബന്ധമായിട്ട് ഈ ഭാഗം എന്ത് ചെയ്യണം, പഠിച്ചു പോകണം കേട്ടോ. പഠിച്ചിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. അത് എങ്ങനെയാണ് ചോദ്യം വരിക എന്നല്ല, ഈ രീതിയിലേക്കാണ് ക്വസ്റ്റ്യൻ വരിക. മകളെ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഇവാലുവേറ്റ് ദ വൈക്കം സത്യാഗ്രഹ ആൻഡ് ഗുരുവായൂർ സത്യാഗ്രഹ is a milestone in the struggle against the caste discrimination in Kerala. അതായത് കേരളത്തിലെ ജാതി വിവേചനത്തിനെതിരായ പോരാട്ടത്തിലെ ഒരു നായികക്കല്ലായിരുന്നു വൈക്കം സത്യാഗ്രഹത്തെയും ഗുരുവായൂർ സത്യാഗ്രഹത്തെയും വിലയിരുത്തുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹവും എന്താണെന്നുള്ളത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് വിലയിരുത്തണം. അതെന്താണ് അവിടെ പറയുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അവിടെ പറയണം. അതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം, എന്താണ് വൈക്കം സത്യാഗ്രഹം. മകളെ, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എല്ലാ ആൾക്കാരും നോക്കിക്കോ. വർഷം പറയുന്നത് 1925 ഉള്ളത്. എന്തിനാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്? വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ വൈക്കം ക്ഷേത്രം, നിങ്ങൾക്കറിയാലോ, കോട്ടയം ജില്ലയ്ക്കകത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇത് വൈക്കം എന്ന് പറയുന്നത്. ആ വൈക്കം ക്ഷേത്രത്തിന്റെ അടുത്തുകൂടെ പോകാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ്? സ്ട്രഗിൾ ഫോർ ഫ്രീഡം ഓഫ് ട്രാവലിംഗ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ഇതേപോലെ തന്നെ ഈ പറയുന്ന സമരത്തിലേക്ക് അവർ പോയിട്ടുണ്ടായിരുന്നത് അല്ലേ. അത് തുടങ്ങിയത് 1925 മാർച്ച് 30-നാണ് എന്ത് ചെയ്യുന്നത്, അത് സ്റ്റാർട്ട് ചെയ്തത്. പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആയിട്ടുള്ള ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TK മാധവൻ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ K കേളപ്പൻ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ KP കേശവമേനോൻ. ഇങ്ങനത്തെ പ്രധാനപ്പെട്ട ആളുകളാണ് അതിന്റെ ലീഡേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു സമരം മുന്നോട്ട് പോവുകയും മന്നത്ത് പത്മനാഭനെ പോലുള്ള ആളുകളൊക്കെ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. അവസാനം ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു പ്രക്ഷോഭം ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന്, നിങ്ങൾക്കറിയാം ഗാന്ധിജി ഈ കാലഘട്ടത്തിനകത്ത് കേരളത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഗാന്ധിജിയുടെ ഒരു മീഡിയേഷന്റെ ഭാഗമായിട്ട് ഈ സത്യാഗ്രഹം എന്താണ്, അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ അവസാനിപ്പിക്കുന്നു. അവർക്ക് ഇതേപോലെ തന്നെ ഈ ഒരു പ്രധാനപ്പെട്ട വൈക്കം ക്ഷേത്രത്തിന്റെ അടുത്തുകൂടെ പോകാനുള്ള അനുമതി എന്ത് ചെയ്യാണ്, അവർക്ക് കിട്ടുകയാണ്. അങ്ങനെ കിട്ടിയതിന്റെ ഭാഗമായിട്ട്, അതായത് 1925 നവംബർ 23-നാണ്
ഇതിലൂടെ നടക്കാനുള്ള എല്ലാ റോഡിന്റെയും ഈ വശത്തുകൂടെ നടക്കാനുള്ള അവകാശങ്ങൾ എല്ലാ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർക്കും എന്ത് ചെയ്യുന്നത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുൻപത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ബ്രാഹ്മിൺസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിലൂടെ നടക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. മറ്റ് ആൾക്കാർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നടക്കാനുള്ള ഒരു അവകാശം ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു 1925 നടന്ന ഈ ഒരു പോരാട്ടത്തിന്റെ ഭാഗമാണ് ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ അടുത്തുകൂടെ ഹിന്ദുസ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെ മറ്റു ആൾക്കാർക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാണ് നടക്കാനുള്ള അവകാശം കിട്ടിയത് കേട്ടോ. അപ്പോൾ അതാണ് ഇത് അവിടെ പറയാനുള്ളത്. ഇനി ശ്രദ്ധിക്കുക, അടുത്തത് നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം ക്ഷേത്രത്തിന്റെ അടുത്തുകൂടെ നടക്കാനുള്ളതാണെങ്കിൽ അടുത്ത ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് അത് 1931, ശ്രദ്ധിക്കണം, 1931 അത് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ടാണ്, ടെമ്പിൾ എൻട്രിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നടത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നോക്കുക, അവരുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്താണ്? ദ ഡിമാൻഡഡ് ഓൾ സെക്ഷൻസ് ഓഫ് ഹിന്ദു ബി അലൗഡ് എൻറ്റർ ദ ഗുരുവായൂർ ടെമ്പിൾ. അപ്പൊ ശ്രദ്ധിക്കണം, ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ഒരു കാലഘട്ടത്തിനകത്ത് ബ്രാഹ്മിൺസ് അല്ലാതെ മറ്റൊരാളുകൾക്കും കയറാനുള്ള അവകാശമില്ലായിരുന്നു. അതായത് ഹിന്ദുസ് ആയിട്ടുള്ള ആളുകൾ തന്നെ ബ്രാഹ്മിൺസ് അല്ലാതെ വേറൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, കയറാനുള്ള അവകാശമില്ലായിരുന്നു. അപ്പം ഈ പറഞ്ഞ ഹിന്ദുസ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെ, താഴ്ന്ന വിഭാഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് പോലും ഈ ക്ഷേത്രങ്ങളിലേക്ക് കയറാനുള്ള ഒരു അവകാശത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ സമരം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആരൊക്കെയാന്ന് വെച്ചാൽ കേളപ്പൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭൻ ഉണ്ടായിരുന്നു. കേളപ്പന്റെ നേതൃത്വത്തിലാണ്, ഇതുപോലെ തന്നെ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ് അവരൊരു സത്യാഗ്രഹം എന്ത് ചെയ്യുന്നത്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അടുത്ത് ഒരു സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്യാണ്. അന്ന് ആ സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് അതിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിക്കണം, അന്നത്തെ വളണ്ടിയർ ക്യാപ്റ്റന്മാർ ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഒന്ന് AK ഗോപാലനും അതുപോലെ തന്നെ P കൃഷ്ണപിള്ളയും അല്ലേ, നമ്മുടെ AKജിയും അതുപോലെ തന്നെ P കൃഷ്ണപിള്ളയുമാണ്. ഇവരാണ് ഏറ്റവും കൂടുതൽ ആ ഒരു പ്രധാനപ്പെട്ട ഗുരുവായൂർ സത്യാഗ്രഹത്തിനകത്ത് ക്രൂരമായി മർദ്ദനം ഏറ്റിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാൾക്കാരാണ് ആര്, ഈ AKജിയും അതേപോലെ തന്നെ P കൃഷ്ണപിള്ളയും. ഇവരാണ് ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് വലിയ തരത്തിലേക്കുള്ള മർദ്ദനം ഏൽക്കേണ്ടി വന്നത് ഇവർ രണ്ടുപേരുമാണ്. ആലോചിച്ച് വെച്ചോളാം. അങ്ങനെ ഈ കലാപം ഈ ഒരു പ്രധാനപ്പെട്ട സമരം മുന്നോട്ട് പോകുന്നു. അങ്ങനെ കേളപ്പന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ്, മരണം വരെ ഉപവാസം എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. ഫാസ്റ്റ് ആൻഡ് ടു ഡെത്ത് വരെ അല്ലേ, അദ്ദേഹം മരണം വരെ എന്താണ് ഉപവാസം ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. അതിനകത്തും ഗാന്ധിജിയുടെ ഇതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലേക്കൊക്കെ ആളുകൾ എത്തി ഇതൊരു മാസ് മൂവ്മെന്റ് ആയി മാറുന്ന സമയത്ത് ഗാന്ധിജിയുടെ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് എന്താണ് ഈ ഒരു സമരം അവസാനിപ്പിക്കുകയാണ്. നമ്മൾ എന്തുകൊണ്ട് കേരള ഗാന്ധി എന്ന് നമ്മൾ കേളപ്പനെ വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം പ്രധാനമായിട്ടും ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ട് ആ രീതിയിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഗാന്ധിജിയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ചെയ്യുന്നത് നിരാഹാരമൊക്കെ തന്നെ അവസാനിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ മക്കൾ മനസ്സിലാക്കി വെക്കുക, അങ്ങനെ ഈ ഒരു പ്രധാനമായിട്ടും ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ഹിന്ദുസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ കയറാനുള്ള ഒരു അന്തരീക്ഷം ചെയ്യുന്നത് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, ഗാന്ധിജിയൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതാണ് 1936 നവംബർ 12 അന്ന് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഒരു ക്ഷേത്രപ്രവേശന വിളംബരം ചെയ്തു, പുറപ്പെടുവിച്ചു. അതായത് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. വർഷം ശ്രദ്ധിച്ചോളം, ഓൺ നവംബർ 12, 1936 ആണ്. ഈ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷന്റെ ഭാഗമായിട്ടാണ് എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും ഇതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ കയറാനുള്ള അവകാശങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹാസികമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ഏത്, നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹവും അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹവും. അപ്പം എന്താണ് വൈക്കം സത്യാഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈക്കം സത്യാഗ്രഹം ഇതുപോലെ തന്നെ പ്രധാനമായിട്ട് എന്താണ്, റോഡിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഈ പറയുന്ന ഫൈറ്റ് ഫോർ ഫ്രീഡം ടു ട്രാവൽ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രീഡം ടു എൻട്രി ദ ടെമ്പിൾ ആണ്. അതായത് ക്ഷേത്രത്തിലേക്ക് കടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ രണ്ടും നിങ്ങൾ ആലോചിക്കുക, ഒന്ന് റോഡിലൂടെ നടക്കാനുള്ളതാണെങ്കിൽ രണ്ടാമത്തെ എന്താണ്, ക്ഷേത്രത്തിനകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള അവകാശമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കട്ടോ. അപ്പൊ ഈ രണ്ട് പ്രധാനപ്പെട്ട മൂവ്മെന്റുകളും പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്, ഒരുപാട് സോഷ്യൽ ചേഞ്ച് അല്ലെങ്കിൽ സാമൂഹ്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ രണ്ട് മൂവ്മെന്റുകളാണ്, പഠിച്ചു വെച്ചോളാം. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇത് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പൊ ഇത്തരത്തിലേക്കുള്ള കുറേ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ഇനിയും 1-2 ചോദ്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പറയാനുണ്ട്. അതൊക്കെ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഒരുപാട് ലൈവ് സെഷൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അതിനകത്ത് മാരത്തോണുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അത് പറയൂട്ടോ. അപ്പൊ എല്ലാ ആൾക്കാരും ഇനി വരുന്ന മാരത്തോണൊക്കെ കൃത്യമായിട്ട് കാണുക. ഇതിപ്പോ ഒരു ചാപ്റ്റർ
നിർത്തേണ്ടതാണ്. പക്ഷേ മക്കളെ ഇനിയും നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിങ്ങൾ സ്വന്തം പഠിക്കുകയാണെങ്കിൽ എത്ര സമയം വേണ്ടി വരും? ഒരുപാട് സമയം നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യവും നിങ്ങൾക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സൈലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൈലത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട യോധ ബാച്ച് ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. യോധ ബാച്ചിനകത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഓരോ ചാപ്റ്ററും വളരെ ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ് പഠിക്കാനുള്ള ക്യാപ്സ്യൂൾ രൂപത്തിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ് സെറ്റ് ചെയ്ത് വരികയാണ്. ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ അതെന്താണെന്നുള്ളത് സാറ് പറയട്ടെ. കാരണം ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ മുൻപുള്ള ക്ലാസ്സുകൾ കിട്ടുമോ എന്നുള്ളൊരു സംശയം പല ആൾക്കാർക്കും ഉണ്ടാവും. അതിലൊന്നും ഒരു ഡൗട്ടും വേണ്ട. നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ പഴയ ക്ലാസ്സുകളൊക്കെ എന്താണ് അവൈലബിൾ ആണ്. സോ മക്കൾ സമയം കളയരുത്, ഇതൊരു ബെസ്റ്റ് ടൈമാണ്. ഈ സമയത്ത് തന്നെ എന്ത് ചെയ്യാം, യോധ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ നിർബന്ധമായി നിങ്ങളെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. അതുകൂടാതെ ഇനി മക്കൾക്ക് എത്തരത്തിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്തുനിന്ന് വേണ്ടത്, അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വേണ്ടത് എന്ന് നിങ്ങളുടെ കമൻറ്റുകൾ കൂടി, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി എന്ത് ചെയ്യുക, താഴെ നിങ്ങൾ അറിയിക്കുക. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ മക്കളെ. സോ ബൈ എവരിവൺ, ബൈ.